ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നാച്ചസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചായക്കടകളിലൊക്കെ കിട്ടുന്ന പഴയകാല പലഹാരമായ മോദകമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് വൺപയർ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ വൻപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയർ എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും പയർ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കുക്കറിൽ വെച്ചൊരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് കുതിർത്തിയിട്ട് വേവിക്കണമെങ്കിലും ആകാം. ഞാൻ ഇപ്പോൾ കുതിർക്കൊന്നും ചെയ്യാതെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പൊന്നും ചേർക്കാതെ വെറുതെയാണ് വേവിച്ചെടുക്കുന്നത്. ഈ 1 ഗ്ലാസ് പയറിന് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് കുറച്ച് വേവ് കൂടുതലാണ്, എന്നാലും ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടേ, ഇതുപോലെ കുക്കറിലാകുമ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് ഒരു പാനിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ലതുപോലെ മധുരം പിടിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ശർക്കര പാനി കാച്ചിയതാണ് കേട്ടോ. ശർക്കര പാനി കാച്ചി അരിച്ച് വെച്ചതാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചീകിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. പക്ഷെ നല്ലതുപോലെ പിടിച്ച് നല്ല അലിഞ്ഞ് വരുന്ന രീതിയിലത്തെ മോദകമാണ് തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഇതിന് കുറച്ച് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ഏലക്ക ഒന്ന് ചതച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാകും. ഇതിപ്പോൾ നല്ല അലിഞ്ഞ് വരുന്ന രൂപത്തിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഈ തേങ്ങയിലും പയറിലും ഈ ശർക്കര മൊത്തത്തിൽ പിടിച്ച് നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അത് ആ സമയം കിടക്കട്ടെ. അപ്പോൾ ആ സമയത്തിന് മറ്റൊരു പാത്രത്തിലോട്ട് 1 കപ്പ് മൈദാ മാവും ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പുട്ടിന് ഇടിയപ്പത്തിന് എടുക്കണം, അതുകൂടി ചേർത്ത് കൊടുക്കുക. ചെറിയൊരു കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ രീതിയിൽ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, ചെറുതായിട്ട് നമ്മളത് കടിക്കുമ്പോൾ ചെറിയൊരു ഉപ്പ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഇതിലോട്ട് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒട്ടും തന്നെ കൂടി പോയത് ദോശയുടെ മാവിൻ്റെ പരുവമല്ല, ഇഡ്ഡലിക്ക് നമ്മൾ കുറച്ചുകൂടെ കട്ടിക്കാണ് എടുക്കുന്ന ആ പരുവത്തിന് വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാവിൽ ഒട്ടും തന്നെ വെള്ളം കൂടി പോകാതെ നല്ല ഇഡലിക്കുള്ള പരുവത്തിന് കട്ടിക്ക് തന്നെ കലക്കിയെടുക്കണം. ഈ സമയത്തിൽ ഞാൻ പയർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കുറച്ചൊന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ നല്ലതുപോലെ ശർക്കര പാനി നമ്മുടെ ഈ പയറിലും തേങ്ങയിലും ഒക്കെ പിടിച്ച് കിട്ടണം. അപ്പോൾ നമ്മുടെ താണ്ട മാവ് കലക്കിയ പരുവന്താ ഇതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു എത്രയ്ക്കും കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത്ര കട്ടി തന്നെ വേണം. ചെറുതായിട്ട് തൊട്ടാൽ ഒരു ഉപ്പുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ അതാ ഞാൻ കരണ്ടിയിൽ ഇതുപോലെ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് പരുവം, നമ്മുടെ ഇഡ്ഡലിക്കുള്ള പരുവമാണ്. അപ്പോൾ ദാണ്ടേ ഇത് ഇത്തിരി കൂടെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അല്ല, കുറച്ചുകൂടി വറ്റണം, നമുക്ക് ഉരുള പിടിച്ചെടുക്കണം. പിന്നെ ഇതിപ്പോൾ പയറായത് കാരണം കുറച്ച് സമയം ഇരിക്കുമ്പം തന്നെ നല്ലതുപോലെ ഉറഞ്ഞ് കിട്ടും. പക്ഷേ അത് ഉറഞ്ഞ് കിട്ടിയത് നമ്മൾ വിരവി എടുക്കുന്നത് പോലെയല്ല. ഇതിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിൽ ശർക്കര പാനി മൊത്തം പിടിച്ച് കിട്ടുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നല്ല അലിഞ്ഞിട്ടാണ് ഇതിലോട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത്. അല്ല നമ്മൾ ചീകി ഇട്ടിട്ടാണെങ്കിൽ അതിനത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ദാണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് നല്ല മുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇത്രയും വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഉരുള പിടിച്ചെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദാണ്ട് ചൂടാറിയിട്ടുണ്ട്. ദാണ്ട് ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ ഉരുള പിടിക്കുന്നത്. കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു 2-3 എണ്ണമൊക്കെ നമുക്കിതുപോലെ ഒന്ന് പിടിച്ചെടുക്കുമ്പോൾ കൈ നമുക്ക് നല്ലതുപോലെ ഒട്ടും. അപ്പോൾ ഒട്ടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. ദാണ്ട് ഇതുപോലെ ചെറുതായിട്ടാണ് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇഷ്ടമുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ദാണ്ട് ആ മാവിലോട്ടൊന്ന് മുക്കി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മുടെ സുഖിയൻ മോദകം. അപ്പോൾ നമ്മുടെ നാട്ടിൽ മോദകം എന്നാണ് ഇതിനെ കൂടുതലും പറയുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടേതായ രീതിയിൽ കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് തയ്യാറാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ നാട്ടിൽ സുഖിയൻ എന്നാണോ മോദകം എന്നാണോ പറയുന്നത്? അപ്പോൾ ഞങ്ങളിവിടെ ട്രിവാൻഡ്രം മോദകം എന്നാണ് കൂടുതലും ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ ചില വീഡിയോസിൽ മാത്രമാണ് സുഖിയൻ എന്നൊക്കെ കേട്ടത്. അപ്പോൾ നമ്മളിവിടെയും സുഖിയൻ എന്ന് പറയുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ അവിടെ ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കുക. തമ്മിൽ ഒട്ടി പിടിക്കാത്ത രൂപത്തിൽ ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കുക. പക്ഷേ ഇത് അധികം ഒട്ടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ മുരിങ്ങും കിട്ടും, മറിച്ചു വിട്ട് കൊടുക്കാം. വേഗം നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും.
അങ്ങനെ ഞാൻ എന്തായാലും ഒരു മീഡിയം ലെവലിൽ തന്നെ വെച്ച് കൊടുത്തു. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചില്ല. മാവ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ കിട്ടണമല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മുടെ ശർക്കരയിലിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് അടിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ മീഡിയം ലെവലിൽ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ടാണ് എടുക്കണം. അപ്പോൾ വേഗം തന്നെ ദാണ്ടെ മൊരിഞ്ഞ് കിട്ടി. ഞാൻ ദാണ്ടെ ചെറിയ സ്പൂൺ കൊണ്ട് ഒന്ന് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയാകും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതുപോലത്തെ ഒത്തിരി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ എനിക്ക് 2 സ്റ്റെപ്പിനാണ് ഇത് ചെയ്യാൻ വേണ്ടി വന്നത്. പിന്നെ ഞാൻ വലിയതായിട്ടൊന്നും എടുത്തിട്ടില്ല. ഒരു നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വലിയതായിട്ടൊന്നും എടുത്തില്ല. ചെറുതായിട്ട് തന്നെയാണ് ഞാൻ ദാണ്ടെ ഇതുപോലെ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ്. പിന്നെ 2ാമത്തെ സ്റ്റെപ്പാണ് ഇതിടുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ നാടൻ പലഹാരം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ പുതിയതായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസൊക്കെ